ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മധുരമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ശ്രീലങ്കൻ ഡിസേർട്ട്, വറ്റലപ്പം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എൻ്റെ ഫ്രണ്ട് തന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ടേസ്റ്റ് ഉണ്ടാവുമല്ലേന്ന്. എന്നിട്ട് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ എപ്പോഴും ഉണ്ടാക്കും, അത്ര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമ്മളിത് ആവിക്കാണ് കേട്ടോ വേവിച്ചെടുക്കണേ. അപ്പോൾ ആവിക്ക് വേവിക്കാനുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ അപ്പം പെട്ടെന്ന് ഈ ബൗളിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സെറാമിക്കിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഏത് ഷേപ്പിലുള്ള ബൗൾ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള ശർക്കരപ്പാനിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ചീകിയെടുത്ത ശർക്കരയിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ചെടുത്തതാണിത്. ഞാനെടുത്ത ബൗളിനനുസരിച്ച് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി മതിയാകും. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ബൗളാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ശർക്കരപ്പാനി ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ശർക്കരപ്പാനി ഒന്ന് കട്ടിയായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട. അപ്പോൾ ഈ 4 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. ആ പതഞ്ഞ വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതത് കണ്ടോ, ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇനി തേങ്ങാപ്പാലിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ശർക്കര ചീകിയെടുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. ഈ തേങ്ങാപ്പാലിലിട്ടിട്ടാണ് കേട്ടോ അലിയിച്ചെടുക്കേണ്ടത്. കുറച്ച് സമയം എടുക്കും ഇത് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ചൂടുള്ളതൊന്നുമല്ലല്ലോ ഈ തേങ്ങാപ്പാൽ, നമ്മുടെ സാധാരണ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അലിയിച്ചെടുക്കുക. പിന്നെ ശർക്കര തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര തന്നെ തിരഞ്ഞെടുക്കുക. ആ ശർക്കരക്കായിരിക്കും കൂടുതൽ ഫ്ലേവറും ഉണ്ടാകും. പിന്നെ നമ്മളെ അപ്പം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ കറുത്ത ശർക്കരയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇതതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ശർക്കരയുടെയും തേങ്ങാപ്പാലിൻ്റെയും കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരയിൽ നിറച്ച് കച്ചറുണ്ട്, അത് ഒന്ന് അരിച്ചിട്ട് വേണം ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൗഡർ ചേർത്താൽ മതി. അപ്പോൾ ഈ അപ്പത്തിന് ഈ മുട്ടയുടെ ഒരു പച്ചമണം ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ഈ ശർക്കരയുടെ മണമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഏലക്കായൻ്റെ പൗഡറും കൂടെ ചേർത്തുക്കണമല്ലോ, അപ്പോൾ ഒട്ടും ഈ മുട്ടയുടെ മണം നമുക്ക് വരികയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ ഒരു ബൗള്, അതിലേക്ക് നമുക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഞാനിത് ഒരു 3/4 മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരിയും കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് വേറെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ആവി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അപ്പം കുറച്ച് വാട്ടറിയായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്യുക. ഏറ്റവും നല്ലത് നമ്മുടെ വാഴയില ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കുറച്ച് വാഴയില ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാഴയിലൻ്റെ ആ ബാക്ക് ഭാഗത്തു നിന്ന് എടുത്താണ് കേട്ടോ ഈ ഒരു കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. ഒട്ടും ആവി അകത്തേക്ക് കിടക്കാത്ത വിധത്തിൽ വേണം ഇത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ച വാഴയിലായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്. ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ നൂൽപുട്ടൊക്കെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ ആ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീമറിലോ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് ഞാനൊരു കുഞ്ഞു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചെടുത്ത കുറച്ച് കാഷ്യൂ നട്ടാണ് ഞാൻ ചേർക്കണേ. അപ്പോൾ നമുക്ക് ഈ അപ്പം കഴിക്കുമ്പോൾ ഈ നട്ട്സും കൂടെ കടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ട്രഡീഷണലായിട്ട് ഇതിലേക്ക് നട്ട്സൊന്നും ചേർക്കില്ല. അപ്പോൾ ഞാൻ ആദ്യം വേവിച്ചതിൽ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് വേവിച്ച് നോക്കാം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് റിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ലേ. ഇതിപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നന്നായിട്ട് വേവായിട്ടുണ്ടോ അല്ലെങ്കിൽ വേവായിട്ടില്ല എന്നൊക്കെ. ഇപ്പോൾ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ കിട്ടും, കാരണം നമ്മൾ ഇതിൽ ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടല്ലേ ഇതിലേക്ക് ഈ കൂട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് റിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബൗളിൻ്റെ മുകളിലായിട്ട് വേറൊരു ബൗൾ വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വറ്റലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാഷ്നട്ട് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കണേ. പിന്നെ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അല്പം ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് റിമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ശർക്കരപ്പാനി ഒലിക്കൂല കേട്ടോ. അപ്പോൾ ഞാനെടുത്ത അതേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കട്ടോ, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ടെക്സ്ചറും ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടുള്ളൂ ഈ ഒരു അപ്പത്തിന്. പിന്നെ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്ര ടേസ്റ്റാണ്. നമ്മുടെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളുടെ ഓരോരോ ലൈക്കും ഓരോരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം കൂടിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യുക കേട്ടോ. ഇനി എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.